നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന മരോട്ടിയയാണ്. ഹാൽമോഗര എന്ന ഹിന്ദി നാമത്തിലാണ് ഇത് സർവ്വവ്യാപിയായി അറിയപ്പെടുന്നത്. ആയുർവേദത്തിൽ ഇതിനെ കുഷ്ഠരോഗത്തിന് ശ്രേഷ്ഠമായ ഔഷധമായാണ് കണക്കാക്കുന്നത്. ഹാൽമോഗര ഇന്ത്യയിലുടനീളം മഴ കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് വളർന്നു വരുന്നത്. സാൽക്കോർട്ടിയേസി കുടുംബത്തിൽപ്പെടുന്ന ഹിഡ്നോകാർപ്പസ് വിറ്റാനിയ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. തുവരക, കുഷ്ഠവൈരി എന്നൊക്കെയാണ് ഇതിനെ സംസ്കൃതത്തിൽ വിളിക്കുന്നത്. പശ്ചിമഘട്ടത്തിലും ആസാമിലും നിത്യഹരിത വനങ്ങളിലും ഈർപ്പമുള്ള വനങ്ങളിലുമാണ് ഇത് കൂടുതലായി വളരുന്നത്. 10 മുതൽ 15 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു നിത്യഹരിത ഇടത്തരം വൃക്ഷമാണിത്. ഇതിൻ്റെ തൊലിപ്പുറം വെളുത്തിരിക്കും. ഇതിൻ്റെ തൊലിക്ക് കുറുകെ അനേകം ചാലുകളുണ്ട്. തൊലിക്ക് ദുസ്സഹമായ ഒരു ഗന്ധമുണ്ട്. ഇതിൻ്റെ തടി മൃദുവാണ്. ഇലകൾ നീണ്ടതും 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതും 4 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ വീതിയുള്ളതുമാണ്. പുഷ്പങ്ങൾ ചെറുതാണ്, വെളുത്ത നിറമാണ്. ഫലങ്ങൾക്ക് ചെറിയ ഓറഞ്ചിൻ്റെ ആകൃതിയാണ്. തവിട്ടു നിറമാണ് ഇതിനുള്ളത്. ഫലത്തിൽ മജ്ജ കൊണ്ട് ഇളം മഞ്ഞ നിറത്തിലുള്ള 10 മുതൽ 20 വിത്തുകൾ വരെയുണ്ട്. വിത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പരിപ്പിൽ നിന്നാണ് മരോട്ടി എണ്ണ ലഭിക്കുന്നത്. പാകമായ വിത്തിൽ നിന്ന് ആട്ടിയാണ് മരോട്ടി എണ്ണ എടുക്കുന്നത്. അമ്ലം, ഹിഡ്നോകാർപ്പിൻ എന്നീ രാസവസ്തുക്കളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മരോട്ടി എണ്ണ, വേര്, കുരുന്നില, ഫലം എന്നിവയാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇത് ത്വക്ക് രോഗത്തിന് ശ്രേഷ്ഠമായ ഒരു ഔഷധമാണ്. ആമവാദം, വാതരക്തം എന്നിവയ്ക്കും ശമനമുണ്ടാവും. മേധസ് കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിവരിക്കുന്നുണ്ട്. മരോട്ടി, തുവരകം എന്ന് പറയും. ഈ തുവരകം ഈ ത്വക്ക് രോഗത്തിന്, അതുപോലെ കുഷ്ഠരോഗത്തിനടക്കം അഗ്രമായി പറയുന്നൊരു ചെടിയാണ്. അതിൽ മരോട്ടി കായുണ്ട്. ഈ മരോട്ടി കായയിൽ നിന്ന് എടുക്കുന്ന ആ എണ്ണ തുവരക തൈലം എന്ന് പറയുന്നത് ഈ വളരെ പഴക്കമുള്ള വ്രണത്തിന് പരട്ടിക്കഴിഞ്ഞാൽ അത് ഉണങ്ങും. അതുപോലെ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ചില ചൊറികളുണ്ട്, കട്ടിയായിട്ട് യാണി പോലെ ഇങ്ങനെ മേലെ നിൽക്കുന്ന അതിന് ഈ തുവരക തൈലം തേച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറയും. പിന്നെ ഈ തലയിലിങ്ങനെ ഒരു ജാതി ചൊറി വന്നിട്ട് മുടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരിക്കലും മാറാത്ത ഈ എരൂംഷിക എന്ന് പറഞ്ഞ കണ്ടീഷനിൽ അത് ഉണങ്ങിയിട്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്ന കണ്ടീഷനിൽ അത് തേച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങും. പിന്നെ ഈ പഴക്കം ചെന്ന താരന് ഈ ഒരു 10 തുള്ളി തുവരകതയിലും കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ താരൻ പെട്ടെന്ന് മാറും. ഇത് സാധാരണ ആയുർവേദ ചികിത്സയിൽ ഈ മരോട്ടി എണ്ണ 10 മില്ലി അകത്തേക്ക് കഴിക്കാൻ കൊടുക്കും. അത് കഴിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അങ്ങോട്ട് വയറിറങ്ങിയിട്ട് ഒരുവിധമുള്ള ത്വക്ക് രോഗങ്ങൾ മുഴുവൻ ശമിക്കും. അത്രയും പഴകിയത് കേട്ടോ. ഇത് കേട്ടാൽ ആരും സ്വന്തം പ്രയോഗിക്കരുത്. കാരണം ഇത് അത്രയധികം ഡ്രാസ്റ്റിക്കായിട്ടുള്ള വിഷമായിട്ടുണ്ടാകുന്നൊരു ചെടിയാണ്. അത് വളരെ കണ്ടീഷൻ അറിഞ്ഞിട്ട് വൈദ്യനിർദ്ദേശം മാത്രമേ ഈ ഔഷധം ഉപയോഗിക്കാൻ പാടൂ. കാരണം ഇത് കേട്ടിട്ട് ആരും പെട്ടെന്ന് ആളെ പോയി തുവരകതായാലും കുടിച്ചേക്കല്ലേ. പിന്നെ പണ്ട് ഈ മരവെട്ടിക്കായ 2 എണ്ണമായിട്ട് പതുക്കി ചെരാത് പോലെ ഈ വിളക്ക് കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നു. പണ്ട് ഈ കുളത്തിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ രാത്രി. അതിന് വേറൊരു ഉപയോഗമുണ്ട്. ഈ വിളക്ക് കത്തിച്ചിട്ട് അവസാനം വരുന്ന ആ കരി അതുപോലെ ആ എണ്ണയും എടുത്തു വയ്ക്കും. ഇത് പറഞ്ഞിട്ട് ഈ പാദം വിണ്ട് കയറുന്നതിന്, അതുപോലെ കട്ടിയായിട്ടുള്ള ഈ മുഴ പോലെയുള്ള ഈ ത്വക്ക് രോഗത്തിനൊക്കെ അത് പരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറയും.